റിപ്പോർട്ട് ബ്രേക്കിംഗ് നൗ. SIR ചർച്ച ചെയ്യാൻ കോൺഗ്രസ് വിളിച്ച യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന ഡോക്ടർ ശശി തരൂർ MP ദില്ലിയിലുണ്ടായിട്ടും ശശി തരൂർ യോഗത്തിനെത്തിയില്ല. CWC അംഗങ്ങൾക്കും യോഗത്തിലേക്ക് ക്ഷണമുണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് തരൂർ യോഗത്തിൽ പങ്കെടുക്കാത്തതെന്നാണ് വിശദീകരണം. എന്നാൽ പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ ഇന്നലെ ശശി തരൂർ പങ്കെടുത്തിരുന്നു. അസൗകര്യം മൂലമാകാം തരൂർ വിട്ടുനിന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. തരൂരിന് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാത്തതാണോ? CWC മെമ്പേഴ്സിന് ക്ഷണം ഉണ്ടായിരുന്നോ? അതായത് സ്റ്റേറ്റുകളിലെ CWC മെമ്പേഴ്സ് തരൂർ പങ്കെടുക്കാത്തത് അവർക്ക് അസൗകര്യമുണ്ടായിരുന്നു. നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് നോബിൾ മാരിക്കാരൻ. ഇന്നലെ ഇല്ലാത്ത അസൗകര്യം ഇന്ന് വേണമെങ്കിൽ വരാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒന്ന് പ്രധാനമന്ത്രി വിളിച്ചതും ഒന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടി വിളിച്ചതുമായ 2 യോഗങ്ങളാണ് എന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാര്യം കൂടി അതിലുണ്ടല്ലോ. എന്താണ് തരൂരിന്റെ പ്ലാൻ? സുജിയ, തരൂർ കോൺഗ്രസിനോട് വലിയ അകൽച്ചയിലാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന നടപടി. കാരണം SIR, പ്രത്യേകിച്ച് 12 സംസ്ഥാനങ്ങളിലെ SIRമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയാണ് കോൺഗ്രസ് യോഗം വിളിച്ചത്. കേരളത്തിലെ പ്രവർത്തക സമിതി അംഗങ്ങൾക്കൊക്കെ ഈ യോഗത്തിലേക്ക് ക്ഷണം ഉണ്ടായിരുന്നു. ബാക്കിയുള്ള പ്രവർത്തക സമിതി അംഗങ്ങൾ, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല ആകട്ടെ അല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷ് ആകട്ടെ, ഇവരും ദില്ലിയിൽ ഉണ്ടായില്ല. പക്ഷേ ശശി തരൂർ ദില്ലിയിൽ സ്വന്തം വീട്ടിൽ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് തരൂർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നത്. ഇന്നലെ ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന്റെ പരിപാടിയിൽ, പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ തരൂർ പങ്കെടുത്തിരുന്നു. തരൂരിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ വ്യക്തമാകുന്നത്. പക്ഷേ ആരോഗ്യ പ്രശ്നം ഉള്ളപ്പോഴും ഇന്നലെ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കുക മാത്രമല്ല എക്സിൽ പ്രധാനമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് ഒരു പോസ്റ്റും തരൂർ ഇട്ടു. അത്തരത്തിൽ ഉള്ള തരൂരാണ് എന്താണ് ഇന്ന് കോൺഗ്രസ് വിളിച്ച നിർണായക യോഗത്തിൽ, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടക്കം നടക്കുന്ന ഘട്ടത്തിൽ ഈ SIR നടപ്പാക്കുന്നതിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ പ്രതിഷേധമടക്കം സംഘടിപ്പിക്കാൻ, ഒപ്പം സംസ്ഥാനത്തെ സാഹചര്യം വിലയിരുത്താൻ വേണ്ടിയാണ് ഈ യോഗം വിളിച്ചത്. കേരളത്തിൽ നിന്ന് TN പ്രതാപനും ഒപ്പം PC വിശ്വനാഥുമാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തത്. ഈ നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ എന്താണ് തരൂർ പങ്കെടുത്തില്ല, എന്തുകൊണ്ട് തരൂർ പങ്കെടുത്തില്ല എന്ന് ചോദിച്ചുകൊണ്ട് KC വേണുഗോപാൽ പ്രതികരിച്ചത് ചില അസൗകര്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ TN പ്രതാപൻ എന്തുകൊണ്ട് അദ്ദേഹം പങ്കെടുത്തില്ല എന്ന് അറിയില്ല എന്ന് വ്യക്തമാക്കുന്നു. എന്താണെങ്കിലും തരൂർ കോൺഗ്രസുമായി വലിയ അകൽച്ചയിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നെഹ്റു കുടുംബവുമായി ബന്ധപ്പെട്ട് എഴുതിയ ലേഖനം വലിയ വിവാദം ആയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസ് വിളിച്ച സംസ്ഥാനത്ത് നിർണായകമായ യോഗം, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനത്ത് വിളിച്ച യോഗത്തിൽ നിന്ന് തരൂർ വിട്ടുനിൽക്കുന്നത്. തരൂരിന്റെ പ്ലാൻ എന്താണെന്ന് വലിയ ആകാംക്ഷയാണ് ഇന്നും. പക്ഷേ ശശി തരൂർ പങ്കെടുക്കാത്തതിനെതിരെ ആഞ്ഞടിക്കാനൊന്നും KC വേണുഗോപാൽ തയ്യാറായില്ല. ക്ഷണിച്ചിരുന്നു, പക്ഷേ എന്തുകൊണ്ട് വന്നില്ല, ചിലപ്പോൾ ചില കാരണങ്ങൾ ഉണ്ടാകാം എന്ന് പറഞ്ഞുകൊണ്ട് തരൂരിന്റെ കാര്യത്തിൽ ഇന്നും ഒഴിഞ്ഞു മാറുകയാണ് KC വേണുഗോപാൽ ചെയ്തത്. തരൂരിന്റെ പ്ലാൻ എന്താണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. സുജയ, വിവരങ്ങൾ നൽകിയത് നോബിൾ മാരിക്കാരനാണ്. തരൂരിന്റെ അടുത്ത മൂവ് എന്താണെന്നറിയാൻ നമുക്കും കാത്തിരിക്കാം.